പയ്യന്നൂരില് പാർട്ടിയുടെ രക്തസാക്ഷി ഫണ്ട് അതിൽ ചില ക്രമക്കേടുകളൊക്കെ ആരോപിച്ചുകൊണ്ട് അവിടുത്തെ പ്രധാനപ്പെട്ട പ്രാദേശിക നേതാവ് തന്നെ അതിന്റെ പാർട്ടിയുമായിട്ട് ചില തർക്കങ്ങൾ ഏർപ്പെടുകയും പിന്നീട് പാർട്ടി വിട്ടുപോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായല്ലോ. അപ്പൊ അതിലെന്തെങ്കിലും പാർട്ടി ഗൗരവമായി നോക്കുന്നുണ്ടോ? ഇത് CPIM-നെ സംബന്ധിച്ചിടത്തോളം CPIM-ന്റെ ഒരു ഘടകത്തിനും ഒരു ഫണ്ടും ദുരുപയോഗപ്പെടുത്താൻ കഴിയില്ല. അങ്ങനെ ദുരുപയോഗപ്പെടുത്തി എന്ന് പാർട്ടി കണ്ടെത്തിയാൽ പാർട്ടി തന്നെ നടപടിയെടുക്കും. അതാണ് പാർട്ടിയുടെ സമ്പ്രദായം. ഇപ്പോ പറഞ്ഞ സുഹൃത്തിന്റെ പത്രസമ്മേളനം നടന്നത് ഒരു ചാനലുമായിട്ട് ചർച്ച നടത്തിയത് ജനുവരി 23 എനിക്ക് ഓർമ്മയുണ്ട്. കാര്യം ആ ദിവസം ഞാൻ വേറൊരു പാർട്ടി കമ്മിറ്റി പങ്കെടുക്കുന്നതിനിടയ്ക്കാണ്. ജനുവരി 16, 17, 18 തീയതികളിൽ തിരുവനന്തപുരത്ത് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി യോഗം നടന്നു. കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള സുജാത ഇവിടെ നിൽപ്പുണ്ട്. ആ കേന്ദ്ര കമ്മിറ്റി ചർച്ച ചെയ്ത ഒരു രേഖ കണക്കുകൾ എങ്ങനെ സൂക്ഷ്മമായി കൃത്യമായി സൂക്ഷിച്ച് ഗവൺമെന്റിനടക്കം കൊടുക്കേണ്ടതുണ്ട്, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ അത് പാർട്ടി എപ്പോഴും ചർച്ച ചെയ്യുന്നതാണ്. സഖാവ് ഇസ്ലാമേന്ദ്രൻ പിള്ള ഇവിടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നിട്ടുള്ള ആളാണ്. സഖാവ് SRP PB അംഗമായിരിക്കുമ്പോൾ സഖാവ് SRPയുടെ ചുമതല പാർട്ടിക്കുള്ളിലെ ആഭ്യന്തരമായ കണക്കുകൾ കൃത്യമായി സൂക്ഷിക്കുന്നതിന്റെ പ്രാധാന്യം വിശദീകരിച്ച് ബോധ്യപ്പെടുത്തലാണ്. വേറൊരു പാർട്ടിയിലും അങ്ങനെയില്ല. പിന്നെ പണത്തിനെ സംബന്ധിച്ചാണെങ്കിൽ ഇലക്ട്രൽ ബോണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇന്നത്തെ പ്രതിപക്ഷ നേതാവിന്റെ പാർട്ടിക്കടക്കം ആയിരക്കണക്കിന് കോടി രൂപ കിട്ടിയിട്ടുണ്ട്. 1 രൂപ ഇലക്ട്രൽ ബോണ്ട് വഴി സ്വീകരിക്കാൻ പാടില്ലെന്ന് തീരുമാനിച്ചിട്ടുള്ള പാർട്ടിയാണ് CPIM. നേരത്തെ ടാറ്റ കമ്പനി ഉണ്ടല്ലോ, അവർക്ക് ഈ രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം പാർലമെന്റിലെ എത്ര അംഗങ്ങളുണ്ട് ഓരോ പാർട്ടിക്കും നോക്കി കുറെ സംഭാവന അവർ ചെക്കായിട്ട് കൊടുക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. ടാറ്റ അങ്ങനെ ഒരു ചെക്ക് അയച്ചു CPM-ന്, തിരിച്ചയച്ചു ടാറ്റയ്ക്ക്. ഇതാണ് ഈ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി. ഇതൊന്നും അറിയാൻ പാടില്ലാത്തവർ വെറുതെ കള്ളക്കണക്കെന്ന് പറഞ്ഞാൽ ആരെങ്കിലും തെറ്റായ കണക്ക് എഴുതി, മനുഷ്യസഹജമായിട്ടുള്ള തെറ്റ് ഈ പാർട്ടിപ്പെട്ട ആർക്കെങ്കിലും കണക്കുമായി ബന്ധപ്പെട്ട് ഒരിടത്തും ഉണ്ടാവില്ലെന്ന് അത് കണ്ടുപിടിച്ച് അപ്പം പാർട്ടി നടപടിയെടുക്കും. അപ്പൊ അതിന് ആരെങ്കിലും പത്രസമ്മേളനം നടത്തേണ്ട കാര്യമില്ല. അവിടെ രക്തസാക്ഷി ഫണ്ടോ പാർട്ടി ഓഫീസർമാരുടെ ഫണ്ടോ ഒക്കെ ദുരുപയോഗപ്പെടുത്തി എന്നുള്ളത് അടിസ്ഥാനരഹിതമായ ആരോപണമാണ്. പാർട്ടി തന്നെ അത് പരിശോധിച്ച് തള്ളിക്കളഞ്ഞിട്ടുണ്ട്. എന്നാലും ചിലർക്ക് പരാതി ഉണ്ടായിരുന്നു. ആ പരാതി ഉണ്ടെങ്കിൽ ഉപരി കമ്മിറ്റിക്ക് അയക്കാം, അത് പരിശോധിക്കും. ഇത് അദ്ദേഹം അങ്ങനെ ഉപരി കമ്മിറ്റിയെ സമീപിക്കുകയല്ല ചെയ്തത്. പിന്നെയോ BJP അധ്യക്ഷൻ നടത്തുന്ന ടെലിവിഷൻ ചാനലിന് ക്ഷമിക്കണം അഭിമുഖം കൊടുക്കുകയാണ് ചെയ്തത്. അപ്പൊ അത് പാർട്ടിയുടെ നല്ല താല്പര്യം പരിഗണിച്ചുള്ള ഒരു പ്രവൃത്തിയായിട്ട് എനിക്ക് കാണാൻ മാർഗമില്ല. അത് കേരളത്തിലെ സംസ്ഥാന ഗവൺമെന്റ് പ്രതികരണം അറിയിക്കേണ്ടതുണ്ടെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് ഉചിതമായ വിധത്തിൽ ചർച്ച ചെയ്ത് അക്കാര്യത്തിൽ തീരുമാനമെടുക്കും. അല്ല, പാർട്ടി ഇപ്പോൾ ഉടനടി പാർട്ടിയോട് നിലപാട് ചോദിച്ചിട്ടില്ല. സുപ്രീം കോടതി പാർട്ടിയോട് നിലപാട് ചോദിച്ചിട്ടില്ല. അത് ഇവിടുത്തെ ഒരു വിഷയമാണ്. സംസ്ഥാന ഗവൺമെന്റ് അത് കൈകാര്യം ചെയ്തിട്ട് കേരളത്തിൽ ചർച്ച ചെയ്തിട്ട് തീരുമാനമെടുക്കാം. അല്ല, അതുമായി ബന്ധപ്പെട്ട് വലിയൊരു വിവാദം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായല്ലോ. ആ വിവാദമുണ്ടായ സാഹചര്യത്തിൽ ഇവിടെ അതെല്ലാം പരിശോധിച്ച് ഉചിതമായ ഒരു തീരുമാനമെടുക്കട്ടെ. ഒരു വിഷയവുമായി ബന്ധപ്പെട്ടും സമൂഹത്തിൽ ഒഴിവാക്കാവുന്ന സംഘർഷം ഉണ്ടാകുന്നതിന് നമ്മൾ വഴിവെച്ചുകൂടാ. പാർട്ടിയെ സംബന്ധിച്ച് എല്ലാ കാലത്തും മാറ്റങ്ങൾ ഉണ്ടാകണമെന്നുള്ള സമീപനം പാർട്ടി പിന്തുടർന്നിട്ടുണ്ട്. ഇപ്പോൾ വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒക്കെ. പക്ഷെ അതെല്ലാം സാമൂഹികമായി ബന്ധപ്പെട്ട വിഭാഗങ്ങളെയെല്ലാം ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ചെയ്യേണ്ടത്. അതാണ് പാർട്ടിയുടെ പൊതു സമീപനം. ഈ പ്രത്യേക വിഷയത്തിൽ എന്ത് വേണമെന്നുള്ളത് ഇവിടെ ചർച്ച ചെയ്ത് സംസ്ഥാന ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ അഭിപ്രായം രൂപീകരിച്ച് അറിയിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അല്ല, ഈ പറഞ്ഞതിൽ കൂടുതൽ അതിനെ കുറിച്ചൊന്നും പറയാനില്ല. VS-ന്റെ ഏറെക്കാലത്ത് സന്ദർശിച്ചായിരുന്ന സുരേഷ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പൊ അദ്ദേഹം UDF-നൊപ്പം ചേർന്നുകൊണ്ട് മത്സരിക്കാനുള്ള സാധ്യതകളൊക്കെയാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തെ ഒന്ന് ചേർത്ത് പിടിക്കുന്ന കാര്യത്തിലൊക്കെ പാർട്ടിക്ക് വീഴ്ച സംഭവിച്ചു. അദ്ദേഹം പലവട്ടം പാർട്ടിയോട് ചോദിച്ചതാണ് തന്നെ തിരിച്ചെടുക്കണമെന്നുള്ള കാര്യം. ഇപ്പൊ UDF പാളയത്തിലേക്ക് പോയിക്കാണ്. അല്ല, അക്കാര്യം സംബന്ധിച്ച് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ പറയും. അഖിലേന്ത്യാ കമ്മിറ്റി അതിനെക്കുറിച്ച് ഇപ്പം പ്രതികരിക്കേണ്ട ഒരു കാര്യമില്ല. സംസ്ഥാന കമ്മിറ്റിയാണ് അക്കാര്യത്തിൽ പ്രതികരിക്കുന്നത്. പിന്നെ മറ്റൊരു ക്രമക്കേട്, ഈ അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ക്രമക്കേട് ഇപ്പോൾ വരുന്നുണ്ട്. പ്രത്യേകിച്ചും ഇല്ലാത്ത ഭജനയുടെ പേരിലൊക്കെ തിരിച്ചു എന്നുള്ള രീതിയിലൊക്കെയാണ് വാർത്തകൾ വരുന്നത്, അല്ലെങ്കിൽ ഫണ്ട് കാണിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ അതിലൊരു ഈ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് ഒരു ജാഗ്രത കുറവുണ്ടായി സർക്കാരിന്റെ ഭാഗത്തുനിന്ന്. അത് സംബന്ധിച്ച വിവരങ്ങൾ വകുപ്പ് മന്ത്രിയോ ദേവസ്വം ബോർഡോ സംസ്ഥാന ഗവൺമെന്റോ വ്യക്തമാക്കും. കാള പെട്ടെന്ന് കേൾക്കുമ്പോൾ കയറെടുക്കുന്ന പോലുള്ള പ്രതികരണം ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൂടാ.
കെട്ടിച്ചമച്ച ആക്ഷേപങ്ങളാണ് പലതും എന്നാണ് പ്രാഥമികമായി ഞാൻ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കൃത്യം അത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ വിശദീകരിക്കാൻ ചുമതലപ്പെട്ടവർ വിശദീകരിക്കും. വിദ്യാഭ്യാസ മന്ത്രി കൂടിയായിരുന്നു. അപ്പം കേരളത്തിലെ കോൺഗ്രസിലെ മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞത് ഈ പാഠപുസ്തകം ഒന്നും കൃത്യസമയത്ത് കൊടുക്കുന്നൊന്നും വലിയ കാര്യമൊന്നുമല്ല, സിനിമ നടക്കുന്ന ഒരു കാര്യമാണെന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. ഓലയിൽ എഴുതിയ ഒരു കാലം നമുക്കുണ്ടായിരുന്നല്ലോ എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അല്ല, അത് സംബന്ധിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ ജില്ലയിൽ നിന്നുള്ളൊരു MLA കൂടിയായിട്ടുള്ള എന്റെ സുഹൃത്ത് ശ്രീമാൻ രമേശ് ചെന്നിത്തല UDFന്റെ ഭരണകാലത്ത് സ്കൂൾ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന നമ്മളെ ദുഃഖിപ്പിക്കുന്ന അപാകതകൾ, തകർച്ചകൾ, പരീക്ഷാ പേപ്പർ ചോർച്ച, പരീക്ഷാ പേപ്പർ ചോർത്തിക്കൊടുത്ത് പണമുണ്ടാക്കിയ അഴിമതി, പുസ്തകങ്ങൾ ലഭ്യമാകാത്ത ഇത്, ഓണം നേരത്തെ വന്നതുകൊണ്ടാണ് പാഠപുസ്തകം വിതരണം ചെയ്യാൻ പറ്റാതെ പോയത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പലതും ഞാൻ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വായിച്ചിട്ടുണ്ട്. അപ്പം സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് ഇപ്പം 5 വർഷം സ്കൂൾ വിദ്യാഭ്യാസത്തിനടക്കം ചുമതല വഹിച്ച ആളാണ് ഞാൻ. ശിവൻകുട്ടി ഈ സ്കൂളുകൾ നവീകരിക്കുന്നതിൽ, സ്മാർട്ട് സ്കൂളുകളാക്കി, ക്ലാസ് റൂമുകളാക്കി മാറ്റുന്നതിൽ എല്ലാം ഈ ഇപ്പോഴത്തെ പിണറായി വിജയൻ ഗവൺമെന്റിന്റെ കാലത്ത് ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള അമ്പരപ്പിക്കുന്ന മുന്നേറ്റം, അതിൽ കിഫ്ബിയുടെ പങ്കുമുണ്ട്. അത് ആശുപത്രികൾക്കും ബാധകമാണ്. ഇപ്പൊ പുനലൂർ താലൂക്ക് ആശുപത്രി 7-8 നിലയുള്ള കെട്ടിടമാണ്. എന്റെ ജില്ലയാണ് കൊല്ലം ജില്ല. അപ്പൊ ഈ ഗവൺമെന്റ് എല്ലാ മേഖലയിലും വലിയ നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെ നിസ്സാരവൽക്കരിക്കാൻ ഈ പുസ്തകങ്ങൾ, പാഠപുസ്തകങ്ങളെല്ലാം കുട്ടികൾക്ക് നേരെ എത്തിക്കുന്നതൊന്നും വലിയ കാര്യമല്ല എന്ന് ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞതിനെ വലിയ ഗൌരവത്തോടുകൂടി കേരളത്തിലെ ജനങ്ങൾ കാണണം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു പ്രാധാന്യമില്ലാത്ത കാര്യമെന്ന് പറഞ്ഞ് ശ്രീ രമേശ് ചെന്നിത്തല നിസ്സാരവൽക്കരിക്കുകയാണ് ചെയ്തത്. UDFനെ ന്യായീകരിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള പല അധമ പ്രവൃത്തികളും എന്റെ സുഹൃത്തുക്കൾക്ക് നിർവഹിക്കേണ്ടി വരുന്നുണ്ട്. അവരോട് പക്ഷേ എനിക്ക് അതിന്റെ പേരിൽ പരിഭവമൊന്നുമില്ല.